ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണ്ടിനെ കുറിച്ചാണ്. അപ്പൊ മെഡിക്കൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന എല്ലാവർക്കും അറിയാം അവിടെ കുറച്ച് ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. എന്നാൽ എന്താണ്, എങ്ങനെയാണ്, ഇത് കമ്പൽസറി ആണോ ഒന്നും നമുക്ക് കാര്യമായിട്ട് അറിയില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ബോണ്ടിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ മെഡിക്കൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ബോണ്ട് എന്ന് പറയുന്നത് മെയിൻലി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പെനാൽറ്റി ബോണ്ട്, രണ്ട് സർവീസ് ബോണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പെനാൽറ്റി ബോണ്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വൺസ് നമ്മൾ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെനാൽറ്റി കൊടുക്കണം എന്ന്. അപ്പം അത് എത്രയാണ്, എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പം കുറെ പേര് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കോഴ്സ്, അതായത് MBBSന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ആ കോഴ്സിന് വിഡ്രോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ കോളേജിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് നമ്മൾ പെനാൽറ്റി കൊടുക്കണം. അതാണ് ഫസ്റ്റത്തെ പെനാൽറ്റി ബോണ്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പം എനിക്ക് എന്തോ ആയിക്കോട്ടെ, എനിക്ക് പെട്ടെന്ന് കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, സ്ട്രെസ് ആവുന്നു, ഇങ്ങനെ അല്ലെങ്കിൽ നല്ലൊരു വേറൊരു കോഴ്സ് ഞാൻ വേറൊരുത്തിലേക്ക് കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എന്ത് കാരണവശാലായാലും എനിക്ക് ആ കോഴ്സിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്യുവാണെങ്കിൽ ഞാൻ പെനാൽറ്റി കൊടുക്കണം. പെനാൽറ്റി നമ്മളെ കേരളത്തില് ഇതുവരെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 ലക്ഷം രൂപയാണ്. അപ്പം നമ്മൾ അതിന് മുമ്പിട്ട് ബോണ്ട് പേപ്പർ ഉണ്ടല്ലോ, ബോണ്ട് പേപ്പർ ആക്ച്വലി നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മേടിച്ചുകൊണ്ട് പോകണം. അപ്പം എന്റെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോടതി, എന്റെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് കൊയിലാണ്ടി കോടതി പോയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് എത്ര രൂപയുടെ ആണെന്ന് നമ്മൾ അഡ്മിഷൻ വൺസ് നമുക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വിളിച്ചു ചോദിച്ചാൽ മതി. എനിക്ക് കറക്റ്റ് അത് ഓർമ്മയില്ല, കാരണം ഞങ്ങൾ 2-3 ബോണ്ട് പേപ്പർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 100 രൂപയുടെയോ 50 രൂപയുടെ അങ്ങനെ എന്തൊക്കെയോ ആക്കിയിട്ട് 2-3 ബോണ്ട് പേപ്പർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ ഒത്തിരി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ ഒന്ന് വിളിച്ചു നോക്കുക എത്ര പൈസേന്റെ ബോണ്ട് പേപ്പർ വേണമെന്ന്. അപ്പൊ നമ്മൾ ആ ബോണ്ട് പേപ്പർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരത് പിന്നീട് പ്രിന്റ് ചെയ്ത് അവരുടെ ഇതുപോലെ തന്നെ ഈ പെനാൽറ്റീന്റെ സാധനം പ്രിന്റ് ചെയ്ത് നമുക്ക് തരും. നമ്മൾ പാരന്റും കൂടി നമ്മൾ അതിൽ സൈൻ ചെയ്യാണ് വേണ്ടത്. അപ്പം ഇതാണ് ഫസ്റ്റത്തെ പെനാൽറ്റി ബോണ്ട് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത സർവീസ് ബോണ്ട് എന്താണെന്ന് കൂടി നോക്കാം. രണ്ടാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് സർവീസ് ബോണ്ട് ആണ്. സർവീസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വൺസ് MBBS കഴിഞ്ഞാൽ നമ്മൾ 1 ഇയർ അവിടെ വർക്ക് ചെയ്യും, അതായത് ഗവൺമെന്റ് വർക്ക് ചെയ്യും എന്നുള്ളതാണ് സർവീസ് ബോണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നിർബന്ധമാണോ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പം ESI AFMC കോളേജിലാണ്, അവിടെ എന്തായാലും ഉണ്ട് 1 ഇയർ, അല്ലെങ്കിൽ AFMC ആണെങ്കിൽ 5 ഇയർ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് കേരളത്തിൽ അങ്ങനെ ഇല്ല. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി, അല്ലെങ്കിൽ ഇതുപോലെ കോവിഡ് പോലത്തെ എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ മാത്രമാണ് ആ സമയത്ത് ഗവൺമെന്റ് പറയുവാണെങ്കിൽ നമ്മൾ നിർബന്ധിതരാകും അങ്ങനെ ഒരു സർവീസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു ബോണ്ടാണ് ആക്ച്വലി നമ്മൾ സർവീസ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് നിർബന്ധമായിട്ടും കൊടുക്കണം, പക്ഷെ അത് ചെയ്യണം എന്നൊന്നുമില്ല, കാരണം ആ സമയത്ത് ഒരു എമർജൻസി ക്രൈസിസ് വന്നാൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഒരു ബോണ്ട് എഴുതി വാങ്ങിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഹൗസ് സർജൻസി അതേ കോളേജിൽ ചെയ്യാവുന്നതാണ്. അപ്പം അത് എസ്പെഷ്യലി പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഒക്കെ നമ്മളിപ്പം ഹൗസ് സർജൻസി വേറൊരു സ്ഥലത്ത് പോയി ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ അവിടെ ഇതുപോലെ തന്നെ എന്തെങ്കിലും പെനാൽറ്റി പോലെ പൈസ കാര്യങ്ങളും കൊടുക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളും ആണ് ബോണ്ടായിട്ട് നമുക്കുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റ ID കൊടുക്കാം, നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റിൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അപ്പൊ അതുവരേക്കും ബൈ.